ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ റോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയ ഉള്ളി നമ്മുടെ വീടുകളിൽ ചെടിച്ചട്ടികളിൽ നട്ടു വളർത്തിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് 2.5 മാസം ആയിട്ടുള്ള ഉള്ളിച്ചെടിയാണ്. ഈ ഉള്ളിച്ചെടിയുടെ ചുവട്ടിൽ ഉള്ളി നിൽക്കുന്നത് നമുക്ക് കാണാം. ഒക്ടോബർ നവംബർ മാസത്തിൽ നമ്മൾ കടയിൽ നിന്ന് ഉള്ളി വാങ്ങുമ്പോൾ ചില ഉള്ളികൾ ചെറുതായിട്ട് കിളിർത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. ആ ഉള്ളികളെടുത്ത് ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ നട്ടുവെച്ചിരുന്നാൽ 2.5 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഉള്ളി വിളവെടുക്കാം. അതുപോലെ ഉള്ളിയിലേക്ക് വേണ്ടി ആണെങ്കിലും നമുക്ക് ഉള്ളി നട്ടുവെച്ചിരുന്നാൽ നമുക്ക് സൂപ്പിനും അതുപോലെ കറികൾക്കും ഒക്കെ ഉള്ളിയില കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ ഉള്ളി നടുമ്പോൾ അധികം ആഴത്തിൽ നമ്മൾ ഉള്ളി വെക്കേണ്ട, അതിന്റെ മേൽമണ്ണിൽ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. ആഴത്തിൽ വെച്ചാൽ ഉള്ളി അധികം നമുക്ക് വിളവെടുക്കാൻ പറ്റത്തില്ല. മേൽമണ്ണിൽ മാത്രം ഇങ്ങനെ വെച്ചിരുന്നാൽ മതി, അധികം താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നട്ടു വെച്ചിരുന്നാൽ നമുക്ക് ഉള്ളിയിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. അധികം വെള്ളം ഒഴിച്ച് വെള്ളം കെട്ടി നിന്നാൽ ഉള്ളി ചീഞ്ഞു പോകും. അതുകൊണ്ട് അതിനാവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെടിച്ചട്ടികളിൽ നമുക്ക് ഉള്ളി നട്ടു വെച്ചിരുന്നാൽ ഒരു 2.5-3 മാക്സിമം 3 മാസം മതിയാകും നമുക്ക് വിളവെടുക്കാനായിട്ട്. ഞാൻ ഈ ചട്ടികളിൽ ഉള്ളി നട്ടിരിക്കുന്നത് കണ്ടോ. ഇത് ഞാൻ അല്പം അടുപ്പിച്ചാണ് നട്ടിരിക്കുന്നത്. ഞാൻ ഉള്ളി ഇലയ്ക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ഉള്ളി നട്ടത്. നമ്മൾ ഉള്ളി കൃഷി 2.5 മാസം കഴിയുന്നിടം വരെ വെച്ചിരുന്നാൽ നമുക്ക് ഉള്ളിയിൽ നിന്ന് വിളവെടുക്കാം. അല്ലാതെ നമ്മൾ ഉള്ളി നട്ടു വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉള്ളിയില കട്ട് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇതൊരു ചെറിയ ചട്ടിയാണ്. ഈ ചട്ടിയിൽ 4 ഉള്ളിയാണ് ഞാൻ വെച്ചിരുന്നത്. ആ 4 ഉള്ളി ഞാൻ വെച്ചിരിക്കുന്ന അകലം കണ്ടോ. ഇത്രയും അകലത്തിൽ വേണം നമുക്ക് ഉള്ളി നടാനായിട്ട്. എന്നാൽ മാത്രമേ ഉള്ളി വളരുമ്പോൾ നന്നായിട്ട് വളർന്നു വരുള്ളൂ. അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തിങ്ങി നിൽക്കും. നമ്മൾ ഉള്ളി ഇലയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഉള്ളി വയ്ക്കാവുന്നതാണ്. ഞാൻ കടയിൽ നിന്ന് ഉള്ളി വാങ്ങിയപ്പോൾ ഇത്രയും ഉള്ളിക്കകത്ത് കിളിർത്ത ഉള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എടുത്ത് ചട്ടിയിൽ നടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉള്ളിയില അങ്ങനെ നട്ട് വളർത്തിയെടുക്കാം. ഇതുണ്ടോ, കിളിർത്ത ഉള്ളികളാണിത്. അപ്പോൾ നമ്മൾ ചിലത് വേസ്റ്റാക്കി നമ്മൾ എടുത്ത് കളയാറുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇതുപോലെ കിളിർത്തിരിക്കും. അതെല്ലാം നമ്മളിതുപോലെ ഒരു ചെടിച്ചട്ടി എടുത്ത് മണ്ണിൽ വെച്ചിരുന്നാൽ ഇത് ആവശ്യത്തിനുള്ള ഉള്ളിയില നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഉള്ളി നട്ടാൽ 60 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഉള്ളി ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെയും നടാം. അധികം മണ്ണിൽ ആഴത്തി വെക്കാൻ പാടില്ല. ഉള്ളി നടുന്നവർ ഉള്ളി നടുമ്പോൾ മണ്ണിന് മേലെ ആയിരിക്കണം ഉള്ളി നട്ടു വെക്കുന്നത്. ആഴത്തിൽ നടാൻ പാടില്ല. നമുക്ക് ഉള്ളി ഇലയ്ക്ക് വേണ്ടി ആകുമ്പോൾ നമുക്കിത് മണ്ണിൽ ആഴത്തി വെക്കാം. അല്പം ആഴത്തി നമുക്ക് വെക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉള്ളിയില കിട്ടും. നമുക്ക് സൂപ്പിനും അതുപോലെ തന്നെ ചെറിയ കറികൾക്ക് എല്ലാം, സാമ്പാറിന് എല്ലാം നമുക്ക് ഉള്ളിയില ഇടാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഉള്ളിയില ഇടുമ്പോൾ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതെങ്ങനെയാണ് ചെടിച്ചട്ടിയിൽ ഉള്ളിയില നട്ടു വളർത്തിയെടുക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെടിച്ചട്ടിയിൽ എങ്ങനെയാണ് നട്ടു വളർത്തിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അത് നല്ല ഈർപ്പമുള്ള മണ്ണാണ്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് നടുന്നത് നോക്കാം. നമുക്കിനി ഇതുപോലെ ഓരോന്നെടുത്ത് ഈ ഈർപ്പമുള്ള മണ്ണിനകത്തേക്ക് എടുത്തു വയ്ക്കാം. ഇതെല്ലാം കിളിർത്ത ഉള്ളികളാണ് കണ്ടോ. ഞാനിപ്പോൾ ഈ ചെടിച്ചട്ടിക്കകത്ത് ഉള്ളി നട്ടു വെച്ചിട്ട് 7 ദിവസമായിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ 15 ദിവസമായിട്ടുള്ള ഉള്ളിച്ചെടിയാണ്. ചെറിയ ഉള്ളി കണ്ടോ, ഇത്രത്തോളം വളർന്നിട്ടുണ്ടത്. ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, കറികൾക്ക് ഉപയോഗിക്കാം. കണ്ടോ, 15 ദിവസമായപ്പോൾ തന്നെ ഇത്രത്തോളം വളർന്നു. ഇപ്പോൾ ഈ ഉള്ളി നട്ടിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. കണ്ടോ, നമുക്ക് നോക്കാം. കണ്ടോ ഉള്ളി 2 മാസം കഴിയണം ഈ ഉള്ളി
ഇതിനകത്ത് നമുക്ക് ഉള്ളി പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രത്തോളം എത്തിയിട്ടുണ്ട് ഉള്ളി, കണ്ടോ. അധികം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചീഞ്ഞു പോവും. കുറേശ്ശെ വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കണം. ഇലയൊക്കെ കണ്ടോ നിൽക്കുന്നത്. തോരൻ വെക്കാനാണെങ്കിലും ഈ ഇല എടുത്ത് നമുക്ക് തോരൻ വയ്ക്കാം. ഇതിപ്പോൾ ഉള്ളിക്ക് വേണ്ടി വളർത്തിയിരിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ നിന്ന് വളരട്ടെ. 2 മാസം കഴിയണം ഇനി ഇതിൻ്റെ ചുവട്ടിൽ ഉള്ളി നമുക്ക് കിട്ടാനായിട്ട്. അപ്പം നമുക്കിത് വളരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് 1.5 മാസമായ ഉള്ളിയാണ്. ഈ ചെടിച്ചട്ടി 2 ചട്ടിയിൽ ഞാൻ നട്ടു വെച്ചിട്ട് 1.5 മാസമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ ഉള്ളി പതുക്കെ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇനിയും 1.5 മാസം കൂടെ നമുക്ക് മാറ്റി വെക്കണം. എന്നാലേ ഇതിൻ്റെ ചുവട്ടിൽ ഉള്ളി ഉണ്ടായി വരുള്ളൂ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഞങ്ങൾ ചോളം, ക്യാപ്സിക്കം, അതുപോലെ മല്ലിയില, അതുപോലെ സവോള ഇല എല്ലാം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളതെല്ലാം എടുത്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്